നമസ്കാരം. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഗൺ ഫയർ ചെയ്യുന്നത് നിങ്ങൾ സിനിമകളിൽ കണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ NCCയിലോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫയർ ചെയ്തും കാണും. ഒരു ഗൺ ഫയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മളതിൻ്റെ ട്രിഗർ വലിക്കുന്നു. ട്രിഗർ വലിക്കുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു ഹാമർ പോലത്തെ ഒരു പാർട്ടുണ്ട്, അത് വന്ന് ഈ ബുള്ളറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ബുള്ളറ്റിൻ്റെ അകത്ത് നിറച്ചിട്ടുള്ള വെടിമരുന്നുണ്ട്, അത് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ബുള്ളറ്റ് മുന്നിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ബുള്ളറ്റ് മുന്നിലേക്ക് പോകുന്ന ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ് മസിൽ വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. മസിൽ വെലോസിറ്റി, MUZZLE, മസിൽ വെലോസിറ്റി. ഇനി ഈ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ ഗണ്ണ് ഒന്ന് പുറകിലേക്കും പോകാൻ ശ്രമിക്കും. ബുള്ളറ്റ് മുന്നിലേക്ക് പോകുന്ന അത്രയും വെലോസിറ്റി കാണത്തില്ല, പക്ഷേ അതേ സെയിം മൊമെൻറ്റത്തോടു കൂടി, ലീനിയർ മൊമെൻറ്റത്തോടു കൂടി ഈ ഗൺ പുറകിലേക്ക് പോകാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശക്തമായി സ്ട്രോങ് ആയിട്ട് നിന്നതിന് ശേഷം മാത്രമേ ഫയർ ചെയ്യാൻ പറ്റൂ. വലിയ നീളമുള്ള റൈഫിളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറകുവശം നമ്മുടെ തോളിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് പോലീസുകാരൊക്കെ ഫയർ ചെയ്യുന്നത് നമുക്ക് സിനിമകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പം ഈ ഗണ്ണ് ഒന്ന് ചെറുതായിട്ട് പുറകോട്ട് വരും. ആ പുറകോട്ട് വരുന്നത് കൊണ്ട് ആ പുറകോട്ട് വന്ന് നമ്മുടെ പുറത്തു നിന്ന് ഇടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗണ്ണിങ്ങനെ പുറകോട്ട് വരുന്ന ആ ഒരു വെലോസിറ്റിയാണ് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. റീകോയിൽ വെലോസിറ്റി. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കാണ്. ഫോക്കസ് ഏരിയ, ലോസ് ഓഫ് മോഷൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് മിസ്സായിപ്പോയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്നാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. റീകോയിൽ ഓഫ് ഗൺ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്നുള്ളത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്, വർക്ക് എനർജി പവറിൽ പഠിച്ചതാണ്. അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞല്ലോ, ഈ ഗണ്ണിനകത്ത് ഉള്ള ബുള്ളറ്റിലുള്ള ഗൺ പൗഡർ എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദ ഗൺ പൗഡർ എക്സ്പ്ലോഡ്സ്, ഗൺ പൗഡർ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഷോട്ട് മൂവ്സ് വിത്ത് എ ലാർജ് ഫോർവേഡ് മൊമെൻറ്റം. ഒരു വലിയ മൊമെൻറ്റത്തോടു കൂടി ഈ ഷോട്ട് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് എന്നാണ്. ബുള്ളറ്റ് മുന്നിലേക്ക് പോകും. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ P ആണ്. മൊമെൻറ്റം P ഈസ് ഈക്വൽ ടു M × V ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. അത് നമുക്ക് ഡെറിവേഷനിലോട്ട് പിന്നെ വരാം. ഇവിടെ എന്താണ് തിയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഗൺ മൂവ്സ് ബാക്ക്വേഡ്, അല്ലെ, ഷോട്ട് മുന്നിലോട്ട് പോകുന്നു, ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് ഗണ്ണ് പുറകിലോട്ട് വരും, അല്ലേ. ഗൺ മൂവ്സ് ബാക്ക്വേഡ് വിത്ത് ദ സെയിം മൊമെൻറ്റം. അതേ മൊമെൻറ്റത്തോടു കൂടി, ബുള്ളറ്റ് എത്ര മൊമെൻറ്റത്തോടു കൂടിയാണോ മുന്നിലേക്ക് പോകുന്നത് ആ സെയിം മൊമെൻറ്റത്തോടു കൂടി ഗണ്ണ് പുറകിലേക്ക് വരും. ദിസ് ഈസ് കോൾഡ് റീകോയിൽ ഓഫ് ഗൺ. ഇതിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. റീകോയിൽ എന്ന് പറഞ്ഞാൽ പുറകിലേക്കുള്ള വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീകോയിൽ എന്ന് പറയുന്നത്. ദ വെലോസിറ്റി ഓഫ് ഗൺ ജസ്റ്റ് ആഫ്റ്റർ ഫയറിങ് ഈസ് കോൾഡ് റീകോയിൽ വെലോസിറ്റി. ഫയർ ചെയ്യുന്നു, നമ്മൾ ട്രിഗർ വലിച്ച് ഫയർ ചെയ്യുന്നു, ആ ഫയർ ചെയ്ത ആ ഒരു ഇൻസ്റ്റൻറ്റ് കഴിയുമ്പോൾ ഈ ഗണ്ണ് പുറകിലേക്ക് വരുന്ന ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. റീകോയിൽ വെലോസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ വിയും മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റിന് കൊടുക്കുന്നത് സ്മോൾ വിയും ആണ്. സ്മോൾ വി. ദ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ജസ്റ്റ് ആഫ്റ്റർ ഫയറിങ് ഈസ് കോൾഡ് മസിൽ വെലോസിറ്റി. ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫയറിങ്ങിന് മുമ്പ്, വെടിവെക്കുന്നതിന് ട്രിഗർ വലിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റിൽ അതാണ് പറയുന്നത് ബിഫോർ ഫയറിങ് ബോത്ത് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ അറ്റ് റെസ്റ്റ്. അല്ലേ, ഫയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുകയാണ് ഗണ്ണും ബുള്ളറ്റും, അപ്പോൾ അത് അനങ്ങാതിരിക്കുകയാണ്. ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഈസ് 0 ബിഫോർ കൊളിഷൻ. അപ്പോൾ ഇത് നമുക്കൊരു കൊളിഷനായിട്ട് അസ്യൂം ചെയ്യാം. ഇത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിയിടിയായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അത് ആ കൂട്ടിയിടിക്ക് മുമ്പ് അത് രണ്ടും അനങ്ങാതിരിക്കുകയായിരുന്നു. Let capital M be the mass of gun, capital V be the velocity of gun. Velocity means recoil velocity of gun. അതായത് ഇത് പുറകിലേക്ക് വരുന്ന അവസാനത്തെ recoil velocity ആണ് capital V. Small m mass of bullet, small v velocity of bullet. Velocity എന്ന് പറഞ്ഞാൽ muscle velocity. We know
ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ് അല്ലേ? ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ്ങും, ഫയറിങ്ങിന് മുമ്പും ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഫയറിങ്ങിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിച്ചു, ഫയറിങ്ങിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മളത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ അത് രണ്ട് ഈക്വൽ ആയിരിക്കും. അതാണ് കൺസർവ്ഡ് എന്ന് പറഞ്ഞ മീനിങ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഫയറിങ്ങിന് മുമ്പ് ഈ ബുള്ളറ്റും ഗണ്ണും റെസ്റ്റിലല്ലേ, രണ്ടും അനങ്ങാതിരിക്കുകയല്ലേ. അപ്പോൾ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ മാസ് ഉണ്ട്, രണ്ടെണ്ണത്തിന് മാസ് ഉണ്ടെങ്കിലും വെലോസിറ്റി രണ്ടിൻ്റെയും സീറോ ആയതുകൊണ്ട് മാസിനെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സീറോ എന്ന് കിട്ടും. അതുകൊണ്ട് ഫയറിങ്ങിന് മുമ്പ് രണ്ടിൻ്റെയും ടോട്ടൽ മൊമെൻറ്റം സീറോയാണ്. ഓക്കെ, അപ്പം LHSലുള്ളത് എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ആണ്. അപ്പോൾ ഫയറിങ്ങിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം സീറോ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു ഫയറിങ്ങിന് ശേഷമുള്ളതാണെങ്കിൽ ഫയറിങ്ങിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മൊമെൻറ്റം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഗണ്ണിൻ്റെ മൊമെൻറ്റവും കണ്ടുപിടിക്കണം, ബുള്ളറ്റിൻ്റെ മൊമെൻറ്റവും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയാലേ ടോട്ടൽ മൊമെൻറ്റം കിട്ടുള്ളൂ. അപ്പോൾ ഗണ്ണിൻ്റെ മൊമെൻറ്റം എത്രയായിരിക്കും? ഗണ്ണിൻ്റെ മാസ് ഇൻറ്റു ഗണ്ണിൻ്റെ വെലോസിറ്റി. ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്, അതിൻ്റെ വെലോസിറ്റി മസിൽ വെലോസിറ്റി ആയിട്ടുള്ള ക്യാപിറ്റൽ V ആണ്. അപ്പോൾ ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ V, ഇതാണ് ഗണ്ണിൻ്റെ മൊമെൻറ്റം. ഇനി ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം എത്രയാണ്? അതിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി. അതിൻ്റെ മാസ് സ്മോൾ m ആണ്, അതിൻ്റെ വെലോസിറ്റി സ്മോൾ v ആണ്. അപ്പോൾ സ്മോൾ m ഇൻറ്റു സ്മോൾ v. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് കിട്ടും. ഫയറിങ്ങിന് ശേഷമുള്ള മൊത്തം മൊമെൻറ്റം ഇതിന് മുമ്പുള്ള ഫയറിങ്ങിന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം ആയിട്ടുള്ള സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? സീറോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ V പ്ലസ് സ്മോൾ m ഇൻറ്റു സ്മോൾ v എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റീകോയിൽ വെലോസിറ്റി ആയിട്ടുള്ള ക്യാപിറ്റൽ വിയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ V ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ഫോം ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ MV എന്നുള്ള ടേമിനെ നമ്മൾ LHSലോട്ട് കൊണ്ടുവരും. ഇവിടെ ഇതിൻ്റെ സൈൻ പോസിറ്റീവാണ്, ഇവിടെ സൈൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് പോസിറ്റീവ് എന്നാണ്. അത് LHS വരുമ്പോൾ മൈനസ് MV എന്നാവും. ഓക്കെ, മൈനസ് MV ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഈ സ്മോൾ MV ഉണ്ട്, സ്മോൾ MV എന്ന് കിട്ടും. ഇത് നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ വിയുടെ മാത്രം എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ഈ ഇൻറ്റു മൈനസ് എമ്മിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും അല്ലേ. ഈ ഇൻറ്റു മൈനസ് എം റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡഡ് ബൈ മൈനസ് എം ആവും. അപ്പോൾ സ്മോൾ MV ബൈ മൈനസ് എം എന്നാവും. ഓക്കെ, മൈനസ് താഴെ കൊടുത്താലും മുകളിൽ കൊടുത്താലും ഒരുപോലെയാണ്. നമ്മൾ സാധാരണയായി മൈനസ് താഴെ കൊടുക്കാറില്ല, ഡിനോമിനേറ്റർ കൊടുക്കാറില്ല, ന്യൂമറേറ്ററിലാണ് കൊടുക്കുന്നത്. അപ്പോൾ മൈനസ് MV ബൈ M എന്ന് കിട്ടും. ഓക്കെ, മൈനസ് MV ബൈ M. അപ്പോൾ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ക്യാപിറ്റൽ V ഈസ് ഈക്വൽ ടു മൈനസ് MV ബൈ M എന്ന് കിട്ടും. ഓക്കെ, ഈ ഡെറിവേഷൻ പഠിച്ചു വെച്ചേക്കണം. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റീകോയിൽ വെലോസിറ്റി. ഇതാണ് റീകോയിൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ഇനി ഈ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ? അല്ല. വെടി വയ്ക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല, നമുക്ക് അവിടെ തന്നെ നിൽക്കണം. ബുള്ളറ്റ് മുന്നോട്ട് പോവാം. ഓക്കെ, നമ്മൾ അവിടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ റീകോയിൽ വെലോസിറ്റി മിനിമം ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് റീകോയിൽ വെലോസിറ്റി ഒരിക്കലും സീറോ ആക്കാൻ പറ്റത്തില്ല. ഈ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സെയിം മൊമെൻറ്റം ഈ ഗണ്ണിന് കിട്ടും. അതുകൊണ്ട് ദർ വിൽ ബി ഓൾവേസ് എ റീകോയിൽ വെലോസിറ്റി. എപ്പോഴും ഒരു റീകോയിൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് കുറച്ചിട്ട് മിനിമം വാല്യൂ ആക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ ആണ് കുറയ്ക്കേണ്ടത് അല്ലേ. V കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് കുറയുന്നു എന്നാണ്. ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കിതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കുറയ്ക്കാം. ഓക്കെ, ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബുള്ളറ്റ് മിനിമം ആക്കാം. ഓക്കെ, ബുള്ളറ്റിൻ്റെ മാസ് മിനിമം ആക്കാം. ഇനി ഈ വെലോസിറ്റി, മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് മിനിമം ആക്കാം. പക്ഷേ മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് നമുക്ക് അധികം മിനിമം ആക്കാൻ പറ്റില്ല. കാരണം ബുള്ളറ്റിൻ്റെ സ്പീഡ് കുറയും തോറും അതിൻ്റെ റേഞ്ച് കുറയും. നമ്മൾ ഫയർ ചെയ്യുന്ന പോയിൻ്റ് തൊട്ട് ഈ ബുള്ളറ്റ് എന്ന് ഹിറ്റ് ചെയ്യുന്ന പോയിൻ്റ് വരെ എത്ര ദൂരം ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും. ഓക്കെ, ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ബുള്ളറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന എയിമിൽ അത് ഹിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ വെലോസിറ്റി നമുക്ക് ഒരു ലിമിറ്റ് കൂടുതൽ കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ഒന്നുകിൽ ന്യൂമറേറ്റർ കുറയ്ക്കുക അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ നമുക്കധികം കുറയ്ക്കാൻ പറ്റത്തില്ല. മാസ് ഓഫ് ബുള്ളറ്റ് നമുക്ക് ഒരു ലിമിറ്റിനപ്പുറം കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ ഡിനോമിനേറ്റർ കൂട്ടാൻ പറ്റും. അതായത് ക്യാപിറ്റൽ M കൂട്ടാൻ പറ്റും. എന്താണ് ക്യാപിറ്റൽ M? മാസ് ഓഫ് ഗൺ അല്ലെ, ഗണ്ണിൻ്റെ മാസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഗണ്ണിൻ്റെ മാസ് കുറച്ച് അധികമാണെങ്കിൽ ഇത് വലിയ വെലോസിറ്റിയിൽ പുറകിലോട്ട് വരത്തില്ല, ചെറിയൊരു വെലോസിറ്റി കാണത്തുള്ളൂ. അതാണ് ഇവിടെ നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ടു റെഡ്യൂസ് റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗണ്ണിൻ്റെ മാസ് കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ടു റെഡ്യൂസ് റീകോയിൽ വെലോസിറ്റി ദ മാസ് ഓഫ് ഗൺ ഈസ് ടു ബി ഇൻക്രീസ്ഡ്.
ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നെഗറ്റീവ് സൈൻ ഇതാ ഈ ഒരു എക്സ്പ്രഷനുള്ള നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? എന്തിനായിരിക്കും? വളരെ സിമ്പിളാണ്. ഈ ബുള്ളറ്റ് ഫ്രണ്ടിലോട്ടാണല്ലോ പോകുന്നത്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഫോർവേഡ് ഡയറക്ഷനിലാണ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി ബാക്ക്വേർഡ് ഡയറക്ഷനാണ്, അതായത് പുറകോട്ടാണ്. ഈ പുറകോട്ടുള്ള ഡയറക്ഷനെ കാണിക്കാനാണ് ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റീകോയിൽ വെലോസിറ്റി ഈസ് ഓപ്പോസിറ്റ് ടു ദ മസിൽ വെലോസിറ്റി. മസിൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റീകോയിൽ വെലോസിറ്റി എന്നുള്ളതാണ് ഈ നെഗറ്റീവ് സൈൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്ക് ഞാൻ മിസ്സായി പോയതാണ്, അത് 2-3 സ്റ്റുഡൻസ് ഓർമ്മിപ്പിച്ചു, അതുകൊണ്ടാണ് ഇത് ഇട്ടത്. അതുപോലെ ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ നിന്നും വിട്ടുപോയ ടോപ്പിക് ഉണ്ടെങ്കിലോ, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലോ, അതൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുക. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.